പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്, ഈ സമയം, അതെന്തിനു വേണ്ടിയാണ് റബ്ബു തആല നമുക്ക് നൽകിയത്? സിക്റിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി, റബ്ബു തആലയുടെ പ്രീതി പരമാവധി സമ്പാദിക്കാൻ വേണ്ടി, സ്വാലിഹായ അമലുകൾക്ക് വണ്ണവലിപ്പം, ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, മനുഷ്യ സഹജമായ അവസ്ഥകളിൽ മനുഷ്യന്റെ പ്രകൃതി മനസ്സിലാക്കിയ തമ്പുരാൻ ഇബാദത്തിൽ മടുപ്പ് വരുമ്പോ, ദിക്റിൽ മടുപ്പ് വരുമ്പോ അവന്റെ പ്രകൃതിക്കൊരു സന്തോഷമുണ്ടാകാനും ഹൃദയ വിശാലത ലഭിക്കാനും ഉല്ലാസമുണ്ടാകാനും ചില കളി വിനോദങ്ങളും തമാശകളും അനുവദിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ദിക്റിന് സഹായകമാകാൻ, സ്വാലിഹായ അമലുകൾക്ക് സഹായകമാകാൻ വേണ്ടിയുള്ള ചില വിനോദങ്ങളും കളികളും തമാശകളും. അതല്ലാത്ത സമയം അത്രയും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. വെറുതെ അനാവശ്യ വിനോദങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ ആളുകൾ 3 ഘട്ടങ്ങളിൽ ദുഃഖിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സമയത്തിന്റെ വില, അള്ള തന്ന ആയുസിന്റെ വില, അതിനെക്കുറിച്ച് ബോധവാനാകാതെ, അതിന്റെ വില മനസ്സിലാക്കാതെ കളഞ്ഞു കുളിച്ച ആളുകൾ 3 സമയങ്ങളിൽ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതേതൊക്കെ സമയം? 1, മരണസമയം. മരണസമയം തനിക്ക് കഴിഞ്ഞുപോയ ആയുസിന്റെ കാര്യത്തിൽ, തനിക്ക് നൽകപ്പെട്ട സമയത്തിന്റെ കാര്യത്തിൽ ദുഃഖിക്കും, അക്രമികൾ ദുഃഖിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സാധാരണ നാം ഓതി കേൾക്കാറുള്ള ഒരു ആയത്താണല്ലോ സൂറത്തുൽ മുനാഫിഖൂനയിലെ ആയത്ത്. وَأَنْفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ فَيَقُولَ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ فَأَصَّدَّقَ وَأَكُنْ مِنَ الصَّالِحِينَ وَلَنْ يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരണസമയത്ത് അക്രമികളുടെ ദുഃഖം പറഞ്ഞു തന്നിട്ട് അല്ലാഹു കാലേ കൂട്ടി ചിന്തിക്കാനും നന്മയിലൂടെ മുന്നേറാനുമുള്ള ആഹ്വാനം നടത്തുകയാണ് ഈ ആയത്തുകളിലൂടെ. അല്ലാഹു നിങ്ങൾക്ക് തന്നതൊക്കെയും അവന്റെ മാർഗത്തിൽ ചിലവഴിക്കൂ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും. പണം മാത്രല്ല, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, എല്ലാം നാം നിങ്ങൾക്ക് നൽകിയതാണ്. അത് നമ്മുടെ മാർഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കൂ. എന്തുകൊണ്ട്? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മരണദൂതൻ ചാരത്തെത്തുമ്പോ പറഞ്ഞു പോകും, ചില ചുരുങ്ങിയ നിമിഷങ്ങൾ കൂടി തന്നാൽ ഞാൻ പരമാവധി നന്നാകുകയും ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുകയും നേരത്തെ സമയം കളഞ്ഞു കുളിച്ചതുപോലെ വിനോദങ്ങൾക്ക് വേണ്ടി, അനാവശ്യ കലകൾക്ക് വേണ്ടി ചിലവഴിച്ചതുപോലെ ചിലവഴിക്കാതെ നന്മകളിൽ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയെത്തിയാ പിന്നെ നീട്ടിയിടുന്ന പ്രശ്നമില്ല എന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ആശയം ഒരു സ്ഥലത്ത് 2 സ്ഥലത്തൊന്നുമല്ല. ഈ ആശയം അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് 1 or 2 സ്ഥലത്തൊന്നുമല്ല, പല ഭാഗത്തും കാണാം. സൂറത്ത് ഇബ്രാഹീമിൽ ഇങ്ങനെ കാണാം, فَيَقُولُ الَّذِينَ ظَلَمُوا رَبَّنَا أَخِرْنَا إِلَى أَجَلٍ قَرِيبٍ إِلَى أَجَلٍ قَرِيبٍ نُجِبْ دَعْوَتَكَ. സൂറത്ത് ഇബ്രാഹീമിൽ മറ്റൊരു ഭാഷയിൽ അല്ലാഹു ഈ ആശയം പഠിപ്പിക്കാം.
മരണദൂതൻ മുന്നിലെത്തുമ്പോ ഫയഖൂലുല്ലദീന ളലമു, സമയത്തിന്റെ വില മനസ്സിലാക്കാതെ അക്രമ പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ച അക്രമിയായ മനുഷ്യൻ വിലപിച്ചു പോകും, പറഞ്ഞു പോകും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ചുരുങ്ങിയ സമയം കൂടെ ഞങ്ങളുടെ നാഥ ഞങ്ങളെ പിന്തിച്ചിടണേ, മരണം ഒന്നുകൂടെ താമസിപ്പിക്കണേ, അപേക്ഷ വരും. പക്ഷേ കിട്ടൂല. അള്ളാഹു പറയുന്നത് എന്താ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഉള്ള സമയം എന്താ നിങ്ങൾ ചെയ്തതെന്ന് അള്ളാഹ്ക്കറിയാം. നൽകപ്പെട്ട ആയുസ് ഏതൊന്നിലാണ് വിനിയോഗിച്ചതെന്ന് അള്ളാഹുവിനറിയാം. ഇനി സമയം തരുന്ന പ്രശ്നമില്ല. അപ്പൊ മരണസമയം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ സമയത്തിന്റെ കാര്യത്തിൽ ദുഃഖിക്കാത്തവരുണ്ടാവുകയില്ല. പ്രത്യേകിച്ച് അക്രമികൾ ആ സമയത്ത് വിലപിക്കുകയും വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യും, നീട്ടിയിടാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ. 3 ഘട്ടങ്ങളിൽ ദുഃഖിക്കും വിലപിക്കും എന്ന് പറഞ്ഞല്ലോ. 1 മരിക്കാൻ നേരത്ത്. ആര്? സമയത്തിന്റെ വില അറിയാത്ത ആളുകൾ. 2 അന്ത്യനാളിൽ മഹ്ശറയിൽ യതഹസ്സറു ഇബ്നു ആദമ അൻ സാഅത്തിൻ യൗമൽ ഖിയാമ ലം യദ്കുരില്ലാഹ ഫീഹാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുത്തുനബി പഠിപ്പിക്കുന്നു, യതഹസ്സറു ഇബ്നു ആദം അൻ സാഅ യൗമൽ ഖിയാമ ലം യദ്കുരില്ലാഹ ഫീഹാ. ഉള്ള ആയുസിൽ അള്ളാഹുവിനെ ഓർക്കാതെ കളഞ്ഞ സമയം, ഉള്ള സമയം, നൽകപ്പെട്ട സമയത്തിൽ അള്ളാഹുവിനെ ഓർക്കാതെ തള്ളി നീക്കിയ, ഒഴിവാക്കിയ, മറ്റു കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ ദുഃഖിക്കും അന്ത്യനാളിൽ. ഏത് സമയത്തിന്റെ കാര്യത്തിൽ? ദിക്റില്ലാതെ പോയ സമയം മുഴുവൻ. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയല്ലാതെ ഉപയോഗപ്പെടുത്തിയ നിമിഷങ്ങളുടെ കാര്യത്തിൽ അന്ത്യനാളിൽ മനുഷ്യരെല്ലാം ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ചോദ്യം, അപ്പോൾ കച്ചവടക്കാരൻ കച്ചവടം ചെയ്തതിൽ ദുഃഖിക്കുമോ? തൊഴിലാളി തൊഴിൽ ചെയ്തതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുമോ? തൊഴിലാളിയും കച്ചവടക്കാരും അവരിൽ ചിലർ ദുഃഖിക്കും, ചിലർ ദുഃഖിക്കൂല. ഏതാണ് ദുഃഖിക്കാത്ത കച്ചവടക്കാരൻ, തൊഴിലാളി? അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. ദിക്റിന് വേണ്ടിയല്ലാതെ സമയം പാഴാക്കിയ ആളുകൾ ഓരോ സെക്കൻഡുകളുടെ കാര്യത്തിലും അന്ത്യനാളിൽ ദുഃഖിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രവാചകൻ നൽകുന്നത്. അപ്പൊ ദിക്റില്ലാത്ത ഏതൊരു സെക്കൻഡ് ഉണ്ടോ ആ സെക്കൻഡിന്റെ കാര്യത്തിൽ ദുഃഖിക്കും. അപ്പൊ കച്ചവടക്കാർ ദുഃഖിക്കോ? തൊഴിലാളി ദുഃഖിക്കോ? ഇല്ല. ഏത് കച്ചവടക്കാരും തൊഴിലാളികളും ദുഃഖിക്കില്ല. ദിക്റിലൂടെ കച്ചവടം നടത്തിയവർ, ദിക്റിലൂടെ തൊഴിൽ ചെയ്തവർ. അതെങ്ങനെ ദിക്റിലൂടെ കച്ചവടം നടത്തുക? ഉദാഹരണം, ഒരു കച്ചവടക്കാരൻ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അരി എത്ര വേണം? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, 50 കിലോ മതിയോ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, പിന്നെന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇതൊരു തരം വിശ്വാസ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇതൊരു ഇങ്ങനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ പട്ടണത്തിൽ കണ്ടതാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല, മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനൊരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേൾവിയില്ല, ഹദീസിൽ എവിടെയും കാണുന്നില്ല. എന്ന് വെച്ച് കച്ചവടം ചെയ്യുന്നതിനിടയിൽ ഒരു മരണവാർത്ത കേട്ടാൽ ഇന്നാലില്ല പറയുന്നത് കൊണ്ടോ, ഒരു അൽഹംദുലില്ല പറയുന്നത് കൊണ്ടോ, ഇൻഷാ അല്ലാഹ് നാളെ തരാൻ, ഇന്ന് സാധനം സ്റ്റോക്കില്ല, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതല്ലാതെ ഉണ്ടല്ലോ അതിനിടയിൽ ഇങ്ങനെ ദിക്റൊന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന ആ സമയത്ത് കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യാം. മാന്യമായ സമീപനം കസ്റ്റമറോടും വേണം. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടല്ല, പരിശുദ്ധ ദീനിന്റെ പേഴ്സണാലിറ്റി ഉണ്ട്. കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം, നിന്റെ കച്ചവടത്തിന്റെ കാര്യം നോക്കിയിട്ട് മാത്രല്ല, മുഅ്മിനിന്റെ സ്വഭാവ മഹിമ അതവന്റെ വിവിധ മണ്ഡലങ്ങളിൽ അവനെ പ്രശോഭിതനാക്കും, സുന്ദരനാക്കും. അതുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യുക, അതോടൊപ്പം ദിക്റ്. അതെങ്ങനെ? തൊഴിൽ ചെയ്യുക, അതോടൊപ്പം ദിക്റ്. എന്നാൽ ആ കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും കാര്യത്തിൽ മഹ്ശറയിൽ ദുഃഖിക്കേണ്ടി വരില്ല. അതെങ്ങനെ രണ്ടും സമന്വയിപ്പിച്ചു പോവാ? അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
കച്ചവടക്കാരാ, രാവിലെ നീ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങുമ്പോ നല്ല നിയ്യത്തോടുകൂടെ റബ്ബിന്റെ നാമം ഉരുവിട്ട് വീട്ടിൽ നിന്നിറങ്ങുക. കച്ചവടം പറഞ്ഞോടത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കടയിലെത്തുമ്പോ റബ്ബിന്റെ നാമം ജപിച്ചുകൊണ്ട് കട തുറക്കുകയും നല്ല നിയ്യത്തോടെ അകത്ത് കയറി ഇരിക്കുകയും പരമാവധി ബിസിനസിനിടയിലും നിന്റെ കൽബ്, നിന്റെ ഹൃദയം റബ്ബുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുക സാധിക്കുന്ന വിധം. എന്നാൽ നിന്റെ കച്ചവടം ഇബാദത്താണ്, നിന്റെ കച്ചവടം ദിക്റിന്റെ ഭാഗമാണ്, നിന്റെ തൊഴിൽ ദിക്റിന്റെ ഭാഗമാണ്. അതാണ് അല്ലാഹു സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിച്ചത്. റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാ يخافون يوما تتقلب فيه القلوب والأبصار. ഹൃദയങ്ങളും ദൃഷ്ടികളും താളം തെറ്റുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അന്ന് എത്ര മനക്കരുത്തുള്ള മനസ്സും പതറിപ്പോകുന്ന ദിനമാണ് ആ ദിനം. ഈ ദുനിയാവിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നപ്പോഴും ഒരു പക്ഷേ നീ പിടിച്ചു നിന്നിട്ടുണ്ടായിരിക്കും. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നിന്റെ കാഴ്ച, നിന്റെ കണ്ണ്, നിന്റെ മനസ്സ് പതറിപ്പോകുന്ന ഒരു ദിനം വരുന്നുണ്ട്. അത് നിന്റെ മരണദിനമാകുന്നു. ആ ദിനത്തിന്റെ ഭയാനകത ഓർത്തിട്ട് നന്മയിലൂടെ ചരിക്കാൻ ആശിച്ചിട്ട് കച്ചവടമോ വ്യവഹാരങ്ങളോ റബ്ബിന്റെ ദിക്റിൽ നിന്ന് തടസ്സമാകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റിജാലുണ്ട്, ഒരു ജനവിഭാഗമുണ്ട്, സജ്ജനങ്ങളുണ്ടെന്ന് ഖുർആൻ. അവരുടെ തൊഴിൽ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും, അവരെ കച്ചവടങ്ങളോ അത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ കച്ചവടം ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ദിക്റിന് ആ കച്ചവടം തടസ്സമല്ല. എന്ന് വെച്ചാൽ ദിക്ർ ഹൽക്ക നടക്കുമ്പോ അപ്പ കട പൂട്ടി പോകും, അങ്ങനെയല്ല. പൊയ്ക്കോ, കുഴപ്പമില്ല. ഹൽക്ക ഉണ്ടാവുമ്പോ മജ്ലിസിൽ സംഘടിതമായി ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതിന് പ്രത്യേകം മഹാത്മ്യമുണ്ട്. പക്ഷെ നിന്റെ ഡ്യൂട്ടി മുടക്കി പോകുന്നും വേണ്ട. നിനക്ക് ദിക്ർ നീ ഉള്ളിടത്ത് നിന്ന് നടത്താൻ പറ്റുന്ന കാര്യമാണ് ദിക്ർ. ഖുർആൻ അതാ പറയുന്നത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ്സലാ. നമസ്കാരം മുടങ്ങൂല ഈ കച്ചവടക്കാരന്റെ. അത് കൃത്യസമയങ്ങളിൽ ഒരു ഭംഗവും വരാതെ നമസ്കാരം നടക്കും. വ ഇഖാമിസ്സലാ വ ഈതാഇസ് സകാ. ഇങ്ങനെ നടത്തുന്ന റിജാലുണ്ട്, ആൺകുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട് അല്ലാഹുവിനെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അങ്ങനെ നമ്മുടെ കച്ചവടം തൊഴിലുകളൊക്കെ ആക്കി തീർത്താല് അപ്പൊ നമ്മൾ അതിന്റെ പേരില് ഖിയാമത്ത് നാളിൽ ദുഃഖിക്കേണ്ടി വരൂല. അള്ളാഹു അത്തരത്തിലുള്ള ബിസിനസ്സുകളാക്കി നമ്മുടെ ബിസിനസ്സുകളെ മാറ്റി തരുമാറാകട്ടെ. പ്രാർത്ഥന മാത്രം പോരാ, അതിനു വേണ്ട പരിശ്രമവും വേണം. മൂന്നാമത് ദുഃഖിക്കുന്നത് നരകത്തിൽ വെച്ചാണെന്ന് പരിശുദ്ധ ഖുർആൻ. സമയം നഷ്ടപ്പെടുത്തിയ അനാവശ്യ വിനോദങ്ങളിൽ സമയം വിനിയോഗിച്ച മനുഷ്യൻ ഒന്നാമതായി മരിക്കുമ്പോഴും രണ്ടാമതായി മഹ്ശറയിലും മൂന്നാമതായി നരകത്തിലും വിലപിക്കും, ദുഃഖിക്കും. സൂറത്ത് ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ فذوقوا فما للظالمين من نصير. പ്രിയരേ, ഇതൊക്കെ നമ്മളോട് അല്ലാഹു പറഞ്ഞതാ. ഇതൊക്കെ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി പടച്ചവൻ നമ്മളോട് പറഞ്ഞതാ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ. വഹും യസ്തരിഖൂന ഫീഹാ. നരകക്കുണ്ടാരത്തിൽ പതിച്ചു പോയ ആളുകൾ
അവിടെ വെറുതെ കിടക്കൂല. വെറുതെ കിടക്കാനുള്ള സഹനം അവർക്കുണ്ടാവൂല, സുഖം അവർക്ക് അവിടെ കിട്ടൂല. വഹും യസ്തരിഖൂന ഫീഹാ, നരകക്കുഴിയിൽ അവർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും, ആർത്തു വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞിട്ടാ കരയുന്നത്? എന്തു പറഞ്ഞിട്ടാ വിലപിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ, പടച്ചവനെ ഈ നരകക്കുഴിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്ക്, ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോക്. എങ്ങോട്ടാ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്? സ്വർഗത്തിലാക്കണമെന്ന് നരകക്കാർ ആവശ്യപ്പെടുന്നില്ല. മനസ്സിലാക്കണം. പടച്ചോനെ അഖ്രിജ്ന, ഞങ്ങളെ ഇവിടുന്നൊന്ന് പുറത്താക്കിയിട്ട് സ്വർഗത്തിന്റെ ചെറിയൊരു മേഖലയിലെങ്കിലും കൊണ്ടുപോയി ഇടുന്നല്ല അവര് പറയുന്നത്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അമലിന്റെ ലോകത്തേക്ക് നഷ്ടപ്പെടുത്തിക്കളഞ്ഞ, ആയുസ്സിന്റെ ലോകത്തേക്ക് നഷ്ടപ്പെടുത്തിക്കളഞ്ഞ സമയമുണ്ടല്ലോ, ദുനിയാവിലെ സമയം. ആ സമയത്തിലേക്ക്, ആ ചാൻസിലേക്ക്, ആ അവസരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോ. നരകക്കുഴിയിൽ നിന്ന് എടുത്തിട്ട് ദുനിയാവിലെ ജീവിതം പോലത്തെ ഒരു ചാൻസ്, ചെറിയൊരു ചാൻസ്, സമയം താ റബ്ബേ. കുന്നാ നഅമൽ ഗൈറല്ലദീ കുന്നാ നഅമൽ. അന്ന് ഞങ്ങൾ വിനോദത്തിലൂടെ, അനാവശ്യ കലകളിലൂടെ, അനാവശ്യമായ വാക്കും പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി നഷ്ടപ്പെടുത്തൂല. ഗൈറല്ലദീ കുന്നാ നഅമൽ, അന്ന് ഞങ്ങൾ സമയം വിനിയോഗിച്ച പ്രവർത്തനം അതല്ല ഇനി ഞങ്ങളിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് പടച്ചവനെ കുറച്ച് സമയം തന്നാൽ ഞങ്ങൾ രക്ഷപ്പെടാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് നരകവാസികൾ അലമുറയിട്ട് കരയുമ്പോ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഖുർആൻ തുടർന്നു പറയുന്നു. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അവലം നുഅമ്മിറുകും, തന്നിരുന്നല്ലോ ആയുസ്, വയസ്സ് തന്നിരുന്നല്ലോ, സമയം തന്നിരുന്നല്ലോ നിങ്ങൾക്ക്. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നന്നാകാൻ ആവശ്യമുള്ള സമയമൊക്കെ തന്നിരുന്നല്ലോ. രക്ഷപ്പെടാൻ ആവശ്യമുള്ള സമയം തന്നിരുന്നല്ലോ നിങ്ങൾക്ക്. അതിന് പര്യാപ്തമായ അവസരവും ആയുസ്സും നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നിരുന്നല്ലോ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, കിട്ടിയിരുന്നല്ലോ സമയം. മാത്രല്ല ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഇളവുമില്ല. വജാഅകുമുൻ നദീർ, താക്കീതുകാരൻ വന്നിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ ഈ അരങ്ങേറുന്ന സംഭവം മുന്നറിയിപ്പ് നൽകാൻ താക്കീതുകാർ നിങ്ങളുടെ ചാരത്ത് വന്നിരുന്നല്ലോ. ഇപ്പൊ ഈ നരകത്തിലുണ്ടായ സംഭവം, ഞാനും നിങ്ങളും തമ്മിലുള്ള സംസാരം, നിങ്ങളുടെ വിലാപം, നിങ്ങളുടെ അപേക്ഷ, അതൊക്കെ അഡ്വാൻസ് നേരത്തെ മുന്നറിയിപ്പ് തരാൻ പ്രവാചകന്മാർ വന്നു. ശേഷം പ്രവാചകന്മാരുടെ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കാൻ സന്ദേശവാഹകന്മാർ വന്നല്ലോ. അപ്പോഴും നിങ്ങൾ കേട്ടു എന്നല്ലാതെ കേട്ടതനുസരിച്ച് നീങ്ങിയില്ലല്ലോ. ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ഇനിയിപ്പോ ഇവിടെ കിടന്നിട്ട് അനുഭവിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളെ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ, ഈ നരകക്കുണ്ടാരത്തിൽ നിന്നു കരകയറ്റാൻ ഒരു സഹായവും വരുന്ന പ്രശ്നമില്ല. ഇനി അനുഭവിച്ചോളൂ. അവിടെ നടക്കുന്നത് അള്ളാഹു ഇവിടെ ലൈവായിട്ട് കാണുന്നത് പോലെ അവതരിപ്പിച്ചു തരികയാണ് ഖുർആനിലൂടെ. മാത്രല്ല പ്രിയ സഹോദര, ആപേക്ഷികമായി മുൻകാല ജനതയിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഈ ഉമ്മത്ത് മുഹമ്മദ് സമയം കുറഞ്ഞ വിഭാഗമാണ്, ഗ്രൂപ്പാണ് അല്ലേ? 1000 വർഷത്തോളം ജീവിച്ച പ്രവാചകന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 1000 മാസം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെട്ട ശംഊനുൽ ഗാസി എന്ന യോദ്ധാവിന്റെ ചരിത്രം മുത്തുനബിയും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? 1000 വർഷത്തോളം ജീവിച്ച നബിയും 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിച്ച മനുഷ്യന്റെ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പാകെ പരിശുദ്ധ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
എന്നാൽ നിങ്ങളൊരു കാര്യം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം, അവരുടെ 1000 വയസ്സിനേക്കാൾ മൂല്യമുള്ളതാണ് എന്റെയും നിങ്ങളുടെയും 60ഉം 70ഉം വയസ്സ്. അവരുടെ 1000 വയസ്സിനേക്കാൾ വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും ക്വാളിറ്റി കൂടിയതാണ് നമ്മുടെ 60ഉം 70ഉം 50ഉം 40ഉം വയസ്സ്. അവരാ ദീർഘമായ കാലം കൊണ്ട് നേടിയെടുക്കാത്തത്, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് ഈ സമുദായത്തിന് ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാം. ഇതൊരു രസകരമായ ചിന്താർഹമായ ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മിമ്പറിൽ നിന്ന് പ്രഭാഷണ മധ്യേ നബി തങ്ങൾ ഇതിനൊരു ഉദാഹരണം, നമ്മുടെ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ, മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി ഒരിക്കൽ മിമ്പറിൽ കയറി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രഭാഷണത്തിനിടയിൽ ഒരു തത്വം, ഒരു ഉപമയിലൂടെ ഒരു പാഠം ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് ആ പാഠം? മസലുകും വമസലു അഹ്ലിൽ കിതാബൈൻ, നിങ്ങളുടെയും വേദക്കാരുടെയും ഉദാഹരണം. മസലുക്കും, നിങ്ങൾക്കൊരു ഉപമ, ഉദാഹരണം പറഞ്ഞു തരാ. എന്റെ സമുദായമായ നിങ്ങൾക്കൊരു ഉദാഹരണം. വമസലു അഹ്ലിൽ കിതാബൈൻ, 2 കിതാബിന്റെ വക്താക്കൾ, വേദക്കാർ. ഏതാ 2 കിതാബിന്റെ വക്താക്കൾ? ഒന്ന് തൗറാത്തിന്റെ വാഹകരായ യഹൂദരും ഇഞ്ചീലിന്റെ വക്താക്കളായ നസാറാക്കളും. അപ്പം നിങ്ങളും യഹൂദരും നസാറാക്കളും, ഈ 3 ഗ്രൂപ്പിനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. കമസലി റജുലിൻ ഇസ്തഅജറ ഉജറാ فقال من يعمل لي من غدوة إلى نصف النهار على قيراط. നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാ. മുമ്പ് കഴിഞ്ഞു പോയ യഹൂദ നസാറാക്കൾക്കുമുള്ള ഉദാഹരണം പറഞ്ഞു തരാ. എന്നിട്ട് അവരുടെ ആയുസ് നിങ്ങളുടെ ആയുസിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും നിങ്ങളുടെ സമയത്തിന്റെ വിലയും പറഞ്ഞു തരാ. കമസലി റജുലിൻ ഇസ്തഅജറ ഉജറാഅ, ഒരു മുതലാളി കുറെ കൂലിപ്പണിക്കാരെ കൂലിപ്പണിക്ക് വേണ്ടി വിളിച്ചു വരുത്തി. തൊഴിലാളികളുടെ ഒരു സംഘം. ആ സംഘത്തോട് ഈ മുതലാളി പറഞ്ഞു, മയ്യഅമലു ലി മിൻ ഗുദ്വത ഇലാ നിസ്ഫിൻ നഹാർ. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ പുലർവേള തൊട്ട് നട്ടുച്ചവരെ പണിയെടുക്കാൻ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ ആരാ തയ്യാറുള്ളത്? അലാ ഖിറാത്തിൻ, ഒരു നാണയം പ്രതിഫലം തരാ, കൂലി തരാം. ഒരു നാണയത്തിന് പുലർവേള തൊട്ട് നട്ടുച്ചവരെ പണിയെടുക്കാൻ തയ്യാറുള്ള തൊഴിലാളികൾ ആരുണ്ട്? ഉടനെ തന്നെ ഫഅമിലത്തിൽ യഹൂദ്, ജൂതന്മാർ വന്ന് പണിയെടുത്തു. ഒരു നാണയം അവർ കൂലി വാങ്ങി. രാവിലെ ഇറങ്ങണം. രാവിലെ ഇറങ്ങി കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാ നമുക്കറിയാലോ. എത്ര ഇറങ്ങിയാലും ഒരു 9 മണിയാകാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടില്ല. എന്നാൽ ഇത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ പണി തുടങ്ങണം. ഏതുവരെ? നിസ്ഫുൻ നഹാർ, നട്ടുച്ചവരെ പണിയണം. അപ്പൊ വെയിൽ കൊള്ളണം, ദീർഘസമയമുണ്ട്. കൂലി എത്രേ? ഒരു നാണയം. സുമ്മഖാല, മുതലാളി വീണ്ടും ചോദിച്ചു, മയ്യഅമലു ലീ മിൻ നിസ്ഫിൻ നഹാരി ഇലാ സ്വലാത്തിൽ അസ്രി അലാ ഖിറാത്തിൻ. ഇനി ആരാ നട്ടുച്ച മുതൽ അസർ നമസ്കാരത്തിന്റെ സമയം വരെ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ളവർ? അലാ ഖിറാത്തിൻ, ഒരു നാണയം കൂലി അവർക്കും കൊടുക്കും. ഫഅമിലത്തിൻ നസാറ, ഉടനെ ക്രൈസ്തവർ പണിയെടുത്തു, അവർക്കും കിട്ടി ഒരു കൂലി. ഇത് ഇന്നത്തെ ജൂതരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചല്ലോ. അവർക്ക് ഒരു കൂലിയില്ല, അരക്കൂലിയില്ല, കാക്കൂലിയില്ല. അത് അന്നത്തെ വിശ്വാസികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ഇത്തിബാഴ് ചെയ്ത് തൗറാത്തിന്റെ വാഹകരായ യഹൂദർ, അവർക്കൊരു കൂലിയുണ്ട്, ഒരു നാണയം കൂലിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച് തൗഹീദിന്റെ വക്താക്കളായി നിലകൊണ്ട നസാറാക്കൾ, അവർക്കുണ്ട് ഒരു നാണയം കൂലി. ഇന്നത്തെവരെ കുറിച്ചല്ല സംസാരം. ഇന്നത്തെ ആളുകൾ അവിശ്വാസികളാണ്. അവര് വേദക്കാരല്ല, വേദത്തെ വലിച്ചെറിഞ്ഞ അവഗണിച്ച വിഭാഗമാണ്. എന്നിട്ട് നബി പറഞ്ഞു, സുമ്മഖാല, പിന്നെ മുതലാളി മൂന്നാമതായി പറഞ്ഞത്, തൊഴിലാളി വർഗത്തിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത്, മയ്യഅമലു ലീ മിനൽ അസ്രി ഇലാ അൻ തഗീബ ശംസു അലാ ഖിറാത്തൈനി. ഇനി അസർ മുതൽ
ഇലാ അൻ തഗീബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പണിയെടുക്കാൻ ആരാ തയ്യാറ്? അലാ ഖിറാത്തൈനി, ഇരട്ട കൂലി കൊടുക്കുന്നു. ഈ സമയം എത്ര സുഖമുള്ള സമയ! അസറിന്റെ സമയം തൊട്ട് അസ്തമാന സമയം വരെ സുഖമുള്ള സമയം. നല്ല ക്ലൈമറ്റ്, വെയിലില്ല, ചൂടില്ല. സമയവും കുറവ്, അധ്വാനത്തിന്റെ സമയം കുറവ്, കാലാവസ്ഥ തികച്ചും അനുകൂലമായ ഒരു സമയം. ഈ സമയം ആരാണ് പണിയെടുക്കുക? കൂലി അലാ ഖിറാത്തൈൻ, ഇരട്ട കൂലി കിട്ടും. മറ്റു രണ്ട് വിഭാഗത്തിന് കൊടുത്തതിന്റെ ഇരട്ടി കൊടുക്കും. ആ ഗ്രൂപ്പാണ് സഹാബത്തെ നിങ്ങളും നിങ്ങൾക്കു ശേഷം വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിലെ ജനതയും. എന്ത്? ഇരട്ടക്കൂലിക്ക് കുറഞ്ഞ സമയം പണിയെടുക്കേണ്ട ഗ്രൂപ്പാണ് നിങ്ങൾ, എന്റെ ഉമ്മത്തായ നിങ്ങൾ അവരാണ്. ഇത് പറഞ്ഞപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നുണ്ടാകുന്ന സംഭവം രസകരമായ സംഭവം. ഫഗളിബത്തിൽ യഹൂദു വന്നസാറാ, ഈ ഉമ്മത്തിന് നാളെ ആഖിറത്തിൽ പടച്ച തമ്പുരാൻ ഇരട്ട കൂലി തരുന്നത് കാണുമ്പോ ഫഗളിബത്തിൽ യഹൂദു വന്നസാറാ, ജൂത ക്രൈസ്തവ വിഭാഗത്തിന് ദേഷ്യം പിടിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വരും. ഫയഖൂലൂൻ, അവർ പറയും, മാലനാ അക്സറ അമലാ വഅഖല്ല അതാആ. ഇതെന്ത് പണിയാ? മാലനാ അക്സറ അമലൻ വഅഖല്ല അതാആ, ഞങ്ങൾക്ക് പണി കൂടുതൽ, സമയം കൂടുതൽ, അഖല്ല അതാആ, കൂലി കുറവ്. ഇതെന്തെടപാടാ? ഇത് നീതിയാണോ? ഫയഖൂലു, മുതലാളി ചോദിക്കും. ഈ ഉദാഹരണത്തിലുള്ള മുതലാളി ആരാ? അല്ലാഹു. സംഘമാരാ? മുസ്ലിമീങ്ങളും യഹൂദരും നസാറാക്കളും. മുതലാളി ചോദിക്കും, ഹൽ നഖസതുകും മിൻ ഹഖികും, ഹൽ നഖസ്തുകും മിൻ ഹഖികും, നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ ഏറ്റിരുന്ന ഒരു നാണയം, അതിൽ ഞാൻ ഒരു അണുത്തൂക്കം കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കും. നിങ്ങളോട് ഞാൻ കൂലിപ്പണിക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി വിളിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞ വാക്ക്, അതിൽ ഞാൻ മായം കലർത്തിയിട്ടുണ്ടോ, കുറവ് വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തരാൻ ഞാൻ ഏറ്റ നിങ്ങൾ സമ്മതിച്ച കൂലിയിൽ വല്ല കുറവും ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഫഖാലു, അവർ പറയും, ലാ, അതില് കുറവൊന്നുമില്ല. അതില് കുറവില്ലെങ്കിൽ ഫദാലിക ഫല്ലി, ഈ ജനതയ്ക്ക് ഞാൻ നൽകിയത് എന്റെ ഔദാര്യമാണ്, ഞാൻ അവരെ ബഹുമാനിച്ചതാണ്. ഊതീഹി മൻ അശാ, ഞാൻ ഉദ്ദേശിച്ചവർക്ക് എന്റെ ഔദാര്യം വാരിക്കോരി കൊടുത്തിട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പൊ പടച്ച തമ്പുരാൻ അവന്റെ ഫളല്, ഔദാര്യം വാരിക്കോരി ഉമ്മത്തിന് തന്നേക്ക്. അപ്പൊ ഈ സമയത്തിന്റെ വിലയെക്കുറിച്ച് ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ച് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അതാണ് ഈ മിമ്പറിന്റെ മുന്നിൽ നിന്ന് നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും. ഈ അമൂല്യമായ സമയം കാര്യമുള്ള കളിക്ക് ഉപയോഗപ്പെടുത്താം, കാര്യമുള്ള വിനോദങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് വിശകലനം ചെയ്യണം. ഏതൊക്കെയാണ് ഇസ്ലാം അംഗീകരിച്ച കല, സാഹിത്യം, കവിത നമ്മൾ പഠിക്കണം. അല്ലെങ്കിലോ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആയുധമാണ് അശ്ലീലങ്ങൾ കലർന്ന കലാവിനോദങ്ങൾ. പിശാചിന്റെ പ്രധാന ആയുധം തന്നെ. അള്ളാഹുവിന്റെ സദസ്സിൽ നിന്ന് ഇബ്ലീസ് ലഈൻ ആട്ടി ഓടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട സമയം, ആ സമയം അള്ളാഹുവിനോട് അവൻ പറഞ്ഞു, അവനെ പുറത്താക്കാണ്. അവനെ സ്വർഗീയ ലോകത്ത് നിന്നും മാലാഖമാരുടെ ലോകത്ത് നിന്നും പിടിച്ചു പുറത്താക്കാൻ നേരത്ത്, പുറത്താക്കാൻ ഉത്തരവ് ഒന്നും പുറത്തായിട്ടില്ല. ആ സമയം ഇബ്ലീസ് അള്ളാഹുവിനോടായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഇൻ ഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, പടച്ചവനെ, അന്ത്യദിനം വരെ എനിക്കൊരു അവധി, താമസം നീ നൽകുകയാണെങ്കിൽ, ഒരു ചാൻസ് നീ തരികയാണെങ്കിൽ, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ഈ നിൽക്കുന്ന ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ പിഴുതെറിയും, മുഴുവനും ഞാൻ വഴിതെറ്റിക്കും. ഇല്ലാ ഖലീല, എന്റെ പിടിയിൽ അകപ്പെടാത്തവർ, ഇല്ലാ ഖലീല, കുറച്ചാളുകൾ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചവനെ ആ കൂട്ടത്തില്.
പിശാചിന്റെ പിടിയിൽ അകപ്പെടാത്തവരുടെ ഖലീൽ, ആ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇബ്ലീസ് പറയാണ്, പടച്ചവനെ യൗമുൽ ഖിയാമ വരെ ചാൻസ് തരുകയാണെങ്കിൽ എന്നല്ല പറയുന്നത്, പഴപ്പിക്കുന്നല്ല പറയുന്നത്, ഞാൻ പിഴുതെറിയും, വേരോടെ പറിച്ചിട്ട് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് അവരെ വലിച്ചെറിയും. ഇല്ലാ ഖലീല, ചെറിയ ഒരു സംഘം മാത്രമേ എനിക്ക് കിട്ടാത്തവരായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലാഹ് എന്താ പറഞ്ഞതപ്പോ? ഖാലദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും മൗഫൂറാ. ഖാലദ്ഹബ്, പൊക്കോ, നിനക്ക് ഖിയാമത്ത് നാൾ വരെ ആയുസ് തന്നിട്ടുണ്ട്, നീ പോയിക്കൊള്ളുക. എന്നിട്ട് പിഴപ്പിച്ചോ? അള്ളാഹു അതിന് ചാൻസ് കൊടുക്കുക. നീ പോയിക്കൊള്ളുക, ആദമിന്റെ മക്കളെ സമീപിച്ചുകൊള്ളുക, അവരെ പിഴുതെറിയാൻ ശ്രമം നടത്തിക്കൊള്ളുക. ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅം മൗഫൂറാ. ആ ആദം സന്തതികളിൽ നിന്ന് ആരൊക്കെ നിന്നെ അനുഗമിച്ചു എങ്കിൽ, നിനക്ക് വഴിപ്പെട്ടു എങ്കിൽ, നിന്നെ പിന്തുടർന്നു എങ്കിൽ, അവരെ നിന്നോടൊപ്പം ജഹന്നമിലേക്ക് ഞാൻ വലിച്ചെറിയുക തന്നെ ചെയ്യും. ആരൊക്കെ നിന്റെ കൂടെ കൂടി കുഴപ്പമില്ല, അതിനാണ് ജഹന്നമിനെ ഞാൻ പടച്ചത്. ആ ജഹന്നമിന്റെ മെമ്പർഷിപ്പിൽ നീയും അവരൊക്കെ പങ്കാളികളായി. ജസാഅ മൗഫൂറ, മതിയായ പ്രതിഫലം അവിടുന്ന് കിട്ടിക്കോളും, നിന്റെ കൂടെ കൂടിയതിനുള്ള കൂലി. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് തുടർന്ന് ഇവന്റെ ആയുധം കൂടി പറഞ്ഞു കൊടുക്കുക. നമ്മെ പഴപ്പിക്കാനുള്ള ആയുധം അള്ളാഹ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്തിനാ പടച്ചോൻ, എന്തിനാ ഈ പിശാചിനെ പടച്ചത്? പടച്ചോൻ എന്തിനാ നമ്മളെ പഴപ്പിക്കാനുള്ള ആയുധം കൊടുത്തത്? ഇതിന് കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട മനസ്സിലാകാൻ. ഇത് പരീക്ഷണ ലോകല്ലേ. ഇവിടെ മുഴുവൻ നന്മയുടെ വഴിയും അതിലേക്കുള്ള സഹായങ്ങളും അതിലേക്കുള്ള സാഹചര്യങ്ങളും മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പരീക്ഷണമാകുക? അല്ലാഹ് ഇബ്ലീസിനെ പടക്കുക മാത്രമല്ല, എല്ലാ വഴി അള്ളാഹു അവന് ചെയ്തു കൊടുക്കണം. ആയുധം അള്ളന്നെ കൊടുക്കണം. ഇപ്പുറത്ത് നന്മയുടെ വഴികളും അതിലേക്കുള്ള ആയുധങ്ങളും അതും വെക്കണം അള്ളാഹ്. എന്നാലല്ലേ ഇത് പരീക്ഷണമാവുള്ളൂ, അല്ലേ? പിശാചിന്റെ ആയുധം, നമ്മെ തെറ്റിക്കാനുള്ള ആയുധം അള്ളാഹു പിശാചിന് അങ്ങോട്ട് ഓതി കൊടുക്കുകയാണ്. ഖുർആനാ ഇതിട്ടോ, ഇത് ഖുർആനാണ്. ഏതൊക്കെ അവന്റെ ആയുധം? പിശാചിന് ശബ്ദമുണ്ട്, പിശാചിന് കുതിരപ്പടയാളികളുണ്ട്, കാലാൾ പടയുണ്ട്. എന്നു വേണ്ട, നമ്മുടെ ധനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പിശാച് പാർട്ണറായി വരും, പങ്കാളിയായി വരും. നമ്മുടെ പണം, നമ്മുടെ പൈസ, ആ പൈസയിൽ ആരൊക്കെ പങ്കുണ്ട് ബിസിനസ്സിൽ? അന്തുനെ കൂട്ടിയിട്ടുണ്ട്, വേറെ ആരും കൂട്ടിയിട്ടില്ല, കൂട്ടാൻ ഉദ്ദേശമില്ല. മൂന്നാമതൊരാളായിട്ടുണ്ട്, അത് പിശാചാണ്. പിശാചുണ്ടാവും. ബിസിനസ്സിൽ പാർട്ണറായിട്ട്, പങ്കാളിയായിട്ട് പിശാച് വരും. ബിസിനസ്സിൽ എന്ന് വേണ്ട, നമ്മുടെ അരുമ സന്താനങ്ങളുടെ പിതൃത്വത്തിലും പിശാചിന് പങ്കുണ്ടാവും. മോനേതാ? തലയിരിഞ്ഞ മോനാ, എന്റെ മോനാ? എന്റെ മാത്രം മോനല്ല, പിശാചിന്റെ കൂടെ മോനാണ്. പിതൃത്വത്തിലും പാർട്ണർഷിപ്പ്. ഇത് ഖുർആൻ പറയാ. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക. പിശാചേ, ഇബ്ലീസേ, നീ വഴി തെറ്റിച്ചോ, അവരിൽ നിന്ന് സാധിക്കുന്ന അത്ര നീ പരിശ്രമിച്ചിട്ട് നിനക്ക് കിട്ടുന്ന മെമ്പർമാരെ നിന്റെ കൂടെ നിർത്തിക്കോ. എന്തൊക്കെയാ നിന്റെ ആയുധം? ബിസൗതിക്, നിന്റെ ശബ്ദം ഉപയോഗപ്പെടുത്തിയിട്ട് നീ പഴപ്പിച്ചോ. പിശാചിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിശാചിന്റെ ശബ്ദം കേൾക്കുക മാത്രല്ല, ചിലപ്പോൾ നമ്മളെ നാവിലൂടെ പിശാചിന്റെ ശബ്ദം വെളിയിൽ വന്നിട്ടുണ്ടാവും. പിശാചിന്റെ ശബ്ദം എന്റെയും നിങ്ങളുടെയും അധരങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ പുറത്തു വന്നിട്ടുണ്ടാകും. നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ പഴപ്പിച്ചോ. ഒരായുധം നിന്റെ ശബ്ദ. ഈ ശബ്ദം ഏതൊക്കെ എന്നത് മുഫസ്സിറുകൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇബ്നു കസീർ, റാസി അടക്കമുള്ള വിശ്വപ്രസിദ്ധ മുഫസ്സിറുകൾ ഈ ഭാഗത്ത് എഴുതി വെച്ചത് ബിസൗതിക് എന്ന് പറഞ്ഞോടത്ത് ബില്ലഹ്വി വൽ അനാഇ, ബില്ലഹ്വി വൽ അനാഇ, അനാവശ്യ കളികൾ, അനാവശ്യ സംഗീതം, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന സംഗീതം പിശാചിന്റെ ശബ്ദമാണെന്ന് ഈ ആയത്തിന്റെ അർത്ഥം മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ പഴപ്പിച്ചോ. മാത്രമല്ല, വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വരിജ്ലിക, നിന്റെ കുതിരപ്പടയെ, നിന്റെ കാലാൾ പടയെ അവരിലേക്ക് നിയോഗിച്ചോ. പിശാചിന്റെ കുതിരപ്പട്ടാളം അത് നമ്മുടെ വീട്ടിലേക്ക് വരും,
നമ്മുടെ മനസ്സിലേക്ക് വരും. കാലാൾപ്പടയും കുതിരപ്പടയും ഒക്കെ വരും പിശാചിന്റെ. മാത്രമല്ല ഇബ്ലീസേ വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ്, ആദം സന്തതികളുടെ സമ്പത്തിലും സന്താനങ്ങളിലും നീ പങ്കാളിയാവുകയും വേണം. ആദം സന്തതികളുടെ സമ്പത്തിലും സന്താനങ്ങളിലും ശാരിക്കുഹും നീ പാർട്ട്ണറാകണം. നമ്മുടെ ധനത്തിലും സന്താനങ്ങളിലും പങ്കാളിയായി പിശാചുണ്ടാകണം. മാത്രല്ല ഇബ്ലീസേ വഇദുഹും, മോഹന വാഗ്ദാനങ്ങളുടെ വലയത്തിൽ അവരെ കുടുക്കിയിടണം. ഒരുപാട് മോഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെ ആ മോഹന വാഗ്ദാനങ്ങളുടെ വലയത്തിൽ ബന്ധിപ്പിച്ചിടണം. വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ, താൽക്കാലിക സുഖവും ആനന്ദവും പിശാചിന്റെ കരാറിലുണ്ടാകുമെങ്കിലും അവന്റെ വഴുതയിലുണ്ടാകുമെങ്കിലും വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ, ചെകുത്താന്റെ മോഹന വാഗ്ദാനങ്ങൾ വഞ്ചന മാത്രമാണ്, ചതി മാത്രമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ കഫാ ബിറബ്ബിക വകീലാ. കാര്യം ഞാൻ നിനക്ക് ചാൻസ് തന്നു, ഖിയാമത്ത് നാൾ വരെ സമയവും ആയുസ്സും തന്നു, പ്ലസ് പഠിപ്പിക്കാനുള്ള ആയുധവും തന്നു. പക്ഷേ ഒരു കാര്യം നീ അറിഞ്ഞോ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എനിക്ക് ചില ദാസന്മാരുണ്ട്, എൻ്റെ ചില അടിമകളുണ്ട്. ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ നേരെ നിന്റെ ആധിപത്യം വിലപ്പോവില്ല, നിന്റെ കെണിയും വലയും വിലപ്പോവില്ല. അവർ നിന്നിൽ നിന്ന് സംശുദ്ധരായി രക്ഷപ്പെട്ട് നിലകൊള്ളും. കഫാ ബിറബ്ബിക വകീലാ. അവിടെ ആ ക്വാളിറ്റി, ആ യോഗ്യത ആർക്കാ കിട്ടുക എന്നുള്ളതിനുള്ളൊരു സന്ദേശ ഈ ആയത്തിന്റെ അവസാനത്തിൽ അതൊരു സൂചനയിലൂടെ തന്നത്. തവക്കുലുള്ള വർഗം, കഫാ ബിറബ്ബിക വകീല. ഈ തവക്കുലുള്ള വർഗത്തിന് എന്തായാലും പിടിച്ചാൽ കിട്ടില്ല. പിശാചൊരു സാദാ സീതാ വിശ്വാസിയെ മുസ്ലിമിനെ കള്ളുടിക്കാൻ വിളിച്ചാൽ പോകൂല, വ്യഭിചരിക്കാൻ വിളിച്ചാലും പോകൂല സാധാരണ മുസ്ലിം. എന്നാലോ സാധാരണ മുസ്ലിം പിശാചിന് വഴിപ്പെടുന്ന മേഖലയോടെ തവക്കുലില്ലാത്ത മേഖല. പ്രതിസന്ധി വരുമ്പോ നന്മയും തിന്മയും വിധിച്ച് പരീക്ഷിക്കുന്ന നാഥൻ നന്മ ധാരാളം കൊടുത്തപ്പോ സാധാരണക്കാരനായ ഈ മുസ്ലിം ശുക്റുള്ളവനായി നിലകൊണ്ടു, നന്ദിയുള്ളവനായി ജീവിച്ചു. അതിന്റെ പിറകെ തിന്മ വിധിക്കുന്ന നാഥൻ തിന്മകൾ മേൽക്കുമേലെ മുസീബത്തുകളുടെ രൂപത്തിൽ അവന്റെ ജീവിതത്തിൽ കയ്പനുഭവിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തപ്പോ ഒരു പരിധിവരെ അവൻ തവക്കുലുള്ളവനായി ക്ഷമയുള്ളവനായി. പിന്നെയും അല്ലാഹ് പരീക്ഷിച്ചപ്പോ പിടിവിട്ടുപോയി. ഈ സാധനത്തിനെ, ഈ സാദാ സീതാ മുസ്ലിമിനെ എവിടെ കിട്ടും? തവക്കുലിന്റെ അഭാവത്തിലൂടെ പിശാച് കയറി പിടിക്കും. അതുകൊണ്ടാണ് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസേ, നിനക്ക് ആയുസ്സുണ്ടെങ്കിലും ആയുധങ്ങളുണ്ടെങ്കിലും പിഴപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിലും എനിക്ക് ചില ദാസന്മാരുണ്ട്, അവരെ പിടിച്ചാൽ നിനക്ക് കിട്ടില്ല. കഫാ ബിറബ്ബിക വകീല. അത് തവക്കുലിന്റെ മേഖലയാണ്. പ്രതിസന്ധി വരുമ്പോ റബ്ബിനെ ഓർത്ത് പിടിച്ചു നിൽക്കുന്ന മേഖലയാണ് ആ മേഖല. പടച്ചവൻ ആ ഗ്രൂപ്പിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നേറുക. പിശാചിൻ്റെ ആയുധം ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചറിഞ്ഞ് മുന്നേറുക. ഇനി കല, നമ്മളറിയണം കല. ആദ്യമായിട്ട് നമുക്ക് കവിതയെക്കുറിച്ചും ഗാനങ്ങളെക്കുറിച്ചും ചെറിയൊരു പഠനം. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര്, ഒരു സൂറയുടെ പേര് ശുഅറാ എന്നാണ്. ശുഅറാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താ? കവികൾ. അതെ, ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ നാമം സൂറത്തു ശുഅറാ, കവികൾ. കവികൾ, അധ്യായ നാമം തന്നെ അതാണ്, കവികൾ. മോശപ്പെട്ട കവിതകളെയും ഗാനങ്ങളെയും അല്ലാഹു കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ തൗഹീദിന്റെ കൈത്തിരിയുമായി ദീപശിഖയുമായി കടന്നു വന്നപ്പോ
അന്നത്തെ സാഹചര്യം എന്താ? സാഹിത്യത്തിൽ ഉന്നതങ്ങളിലെത്തിയ അറേബ്യൻ സമൂഹം, അവരുടെ കൂട്ടത്തിൽ കവികൾ വളരെ പ്രസിദ്ധരും പ്രശസ്തരും സ്ഥാനമുള്ളവരുമായിരുന്നു. അക്കാലത്ത് സമൂഹത്തിന് മാർഗദർശനം നൽകുന്നവർ കവികളായിരുന്നു. എന്തിനധികം, കവി എന്നതിന് പറയുന്ന അറബി നാമം ഷാഇർ എന്നാണ്. ഷാഇർ എന്നതിന്റെ ഭാഷാർത്ഥം എന്താ? എല്ലാം അറിയുന്നവൻ, എല്ലാ വിവരമുള്ള ആള്. സമൂഹം ആ പേരിട്ടാണ് അക്കാലത്ത് നബി വരുന്നതിന്റെ മുമ്പുള്ള ജാഹിലിയ കാലത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഷായിർ എന്ന് വിളിച്ചു. മാത്രല്ല, മക്കയിൽ വർഷത്തിലൊരിക്കൽ ഒരു മേളയുണ്ടാകും, ഒരു ആഘോഷ പരിപാടി, 20 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയാണ്. എവിടെയത് നടക്കുന്നത്? സൂഖ് ഉഖാലിലാണ്, ഉഖാല് ചന്തയിൽ. ആ ചന്തയിൽ എല്ലാ സാധനവും ഉണ്ട്. കള്ളുണ്ട്, പെണ്ണുണ്ട്, നർത്തകിമാരുണ്ട്, ആയുധ പ്രകടനങ്ങളുണ്ട്, കായികാഭ്യാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സൂഖ് ഉഖാലിന്റെ ഒരു മൂലയിൽ അരങ്ങേറുന്നത് എന്താണെന്നറിയോ? കവിതാലാപനം. ഓരോ കുടുംബം കബീല വന്നിട്ട് കവിത ആലപിക്കുക. അതവരെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഇപ്പൊ പാട്ട് പാടുന്നത് എപ്പോഴാ? മനസ്സിന് നല്ല മൂടുള്ള നേരത്തല്ലേ. ഉമ്മ മരിച്ചെടുക്കുന്ന നേരത്ത് നമുക്ക് പാട്ട് വരുമോ? പാട്ട് വന്നാൽ തന്നെ ആൾക്ക് എന്തോ ലൂസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ബുദ്ധിയുള്ള ആളുകൾ പറയുമല്ലോ അല്ലേ? പ്രതിസന്ധി വന്നാൽ നമുക്ക് കവിത വരുമോ? മൂളിപ്പാട്ട് വരുമോ? വരൂല. അറബികൾ അങ്ങനെയല്ല. അവർക്ക് എന്ത് പ്രതിസന്ധി, എന്തിനാ യുദ്ധം മുഖത്ത് വരെ. സ്വന്തം ഭടന്മാർ, സൈന്യം ചേതനയറ്റ് അവരുടെ തലയും ഉടലും വേർപ്പെട്ട അവസ്ഥയിൽ അവർ രണഭൂമിയിൽ വീഴുമ്പോഴും ഈ അറബികൾ പാട്ടുപാടുക, കവിത. ഈ നിലയ്ക്ക് അതവരെ വല്ലാതെ സ്വാധീനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് തന്നെ മക്കയിലും പരിസര പ്രദേശത്തും ജീവിച്ച് മരിച്ചുപോയ അനേകം കവികളുണ്ട്. അവർ ശുഅറാഉൽ ജാഹിലിയ, അന്ധകാലത്തെ അജ്ഞാനകാലത്തെ കവികൾ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്തിനാ പഠിക്കുന്നത്? ഖുർആൻ മനസ്സിലാകണമെങ്കിൽ മിനിമം നിങ്ങളൊക്കെ അത് പഠിക്കണം. അവരെ കൂട്ടത്തിൽ പ്രസിദ്ധരായ 7 കവികൾ, ജാഹിലിയ കാലത്ത് കഴിഞ്ഞുപോയ കവികളിൽ 7 കവികൾ കൂട്ടത്തിൽ പ്രസിദ്ധരാണ്. ആ 7 കവികളുടെ 7 കവിതകളുടെ സമാഹാരമാണ് അൽ മുഅല്ലഖാത്തു സബ്അ മുഅല്ലഖാത്ത്. നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള ജാഹിലിയ കാലത്ത് കഅബ മന്ദിരം ഖുറൈശികൾക്കും അറബികൾക്കും പ്രിയപ്പെട്ടതാണ്. അതിൽ ശിർക്കിന്റെ വിഗ്രഹങ്ങൾ അവർ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, വിഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തെ അവർ കളങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും, അവർക്ക് കഅബ മന്ദിരം പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അവർക്ക് ആദരവിന്റെ ഏറ്റവും ബഹുമാനിക്കുന്ന കേന്ദ്രമായിരുന്നു കഅബ. ആ കഅബയിൽ അവർ കെട്ടിത്തൂക്കിയിരുന്നു ഈ 7 കവിതയുടെ കാവ്യ സമാഹാരം. എന്ത്? അവരേറ്റവും ബഹുമാനിക്കുന്ന ആരാധനാലയത്തിൽ കെട്ടിത്തൂക്കിയത് 7 കവിതകളുടെ കാവ്യ സമാഹാരം. അതിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഇമ്രുഉൽ ഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാ: എന്താണത്? തന്റെ പ്രാണപ്രേയസി കാമുകി മുമ്പ് താമസിച്ചു ഒഴിവാക്കിപ്പോയ സ്ഥലത്തെ അനുസ്മരിച്ചുകൊണ്ട് കവി പറയാ: എന്താ പറയുന്നത്? നീ നിൽക്ക്, ഒരൽപ്പം കരയ്. സ്വന്തത്തോട് കവി പറയാ, നീ നിൽക്ക്, ഒരൽപ്പം കരയ്. മുമ്പ് ഈ വീട്ടിൽ താമസിച്ച് പോയ നിന്റെ പ്രാണപ്രേയസി, അവളോടുള്ള വിരഹ ദുഃഖത്താൽ നിന്ന് ഒരൽപ്പം കരയ്. തുടർന്ന് അവളുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങളും അശ്ലീലങ്ങളും അങ്ങേയറ്റത്തെ പച്ചത്തെറിയുമാണ് ഈ കവിതയിൽ പിന്നെ പറയുന്നത്. വെള്ളിയാഴ്ച ഇവിടെ വെച്ചത് പറയാൻ പറ്റൂല. ഇതാണ് ഇമ്രുൽ ഖൈസ്. എന്തിനാ മുസ്ലിയാർ ഈ അശ്ലീല കവിത പഠിച്ചു? ന്യായമായ ചോദ്യമാണ്. ചോദിക്കണം നിങ്ങൾ. ഈ വൃത്തിയട്ട കവിത എന്തിനാ മുസ്ലിയാർ പഠിച്ചു? അങ്ങനെയാണെങ്കിൽ വൃത്തിയട്ട നോവൽ ഞങ്ങൾക്കും പഠിച്ചൂടെ? അല്ല, അതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കൾ പഠിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പാത്തുമ്മാന്റെ ആട് പഠിക്കുന്നു. പാത്തുമ്മാന്റെ ആടിലുണ്ട് അശ്ലീലം. അത് ഉസ്താദെ ഹറാമാകും. എന്നാപ്പോ 10ാം ക്ലാസ്സിലേക്ക് പുള്ളനെ വിടാതിരിക്കലല്ലേ ഹൈറ്. രക്ഷിതാക്കളായ നമ്മളത് പഠിക്കണമല്ലോ.
ഇസ്ലാമിക മാനം. നമ്മുടെ മക്കൾ സാഹിത്യം പഠിക്കുന്നുണ്ടെങ്കിൽ, കല പഠിക്കുന്നുണ്ടെങ്കിൽ, കവിത പഠിക്കുന്നുണ്ടെങ്കിൽ, അത്തരം മേഖലകളിലേക്ക് മക്കൾ പോകുന്നുണ്ടെങ്കിൽ ദീനിന്റെ വശം എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. ഉംറുൽ ഖൈസിന്റെ വരികൾ. ആരാ ഉംറുൽ ഖൈസ്? ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞാലാണ് ഖുർആനിന്റെ സാഹിത്യ പ്രസക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ആഴ്ച പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.